അവരൊക്കെ തോറ്റടാ, ഇവരെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടുന്ന കേസല്ലത്. ഇങ്ങനെയൊക്കെയുള്ള കുത്തുവാക്കുകൾ കുറേയേറെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഈ പോരാട്ടത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഞങ്ങൾക്കാവില്ല. കാരണം ഞങ്ങളുടെ ചരിത്രം അതായിരുന്നില്ല. ചാരത്തിൽ നിന്നും ഉയർത്തി നിൽക്കൂ എന്നത് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. എന്നാൽ അത് ചെയ്ത് കാണിച്ച ടീമാണിത്. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഒരുപക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ മാത്രമേ വിഷമമുണ്ടായിട്ടുള്ളൂ. ഈ ഒരു മനുഷ്യന്റെ ഈ ദയനീയമായിട്ടുള്ള നിൽപ്പ് കണ്ടിട്ട്. പരിക്ക് ഞങ്ങളുടെ ഒരു താരത്തെ മാത്രമായിരുന്നില്ല ബാധിച്ചത്. ഇന്ന് ഞങ്ങളുടെ പിള്ളേര് ഓരോന്നും പരിക്കേറ്റ് പുറത്തു പോയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇന്ന് ഞങ്ങളെ പരിഹസിക്കാനായിട്ട് ഒരു അവസരം പോലും ഉണ്ടായത്. അവരൊക്കെ ഉള്ളപ്പോൾ ആ ടീമിന്റെ ചൂടെന്താണെന്ന് നിങ്ങൾ ഒരു വട്ടമെങ്കിലും അനുഭവിച്ചറിഞ്ഞതല്ല. ഇതൊന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അവർ തിരിച്ചു വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. വരാതിരിക്കാൻ അവർക്ക് കഴിയില്ല. ഇത് വെറും ഒരു ടീമല്ലടോ, ലക്ഷങ്ങളുടെ കാത്തിരിപ്പ് നിറവേറ്റാൻ കടമയുള്ള കേൾപ്പുള്ള ഒരു വലിയ ഗാങ്ങാണ്. ആ ഗാങ്ങിനെ നിയന്ത്രിക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഞങ്ങൾ ഒരിക്കലെങ്കിലും ഒരു മത്സരമെങ്കിലും വിജയിച്ചാൽ മതിയെന്ന് കരുതിയിരുന്നൊരു കാലത്ത് ഞങ്ങളുടെ തലച്ചോറിലേക്ക് ആ കിരീടമെന്ന സ്വപ്നം നിറച്ച, അല്ലെങ്കിൽ നിറയ്ക്കാൻ പ്രേരിപ്പിച്ച ഈ മനുഷ്യൻ, അയാളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. നിങ്ങളൊക്കെ ഞങ്ങളുടെ എത്ര കളി കണ്ടതാ. ഈ ഒടുക്കത്തെ കളിയും കൂടി ഒന്ന് കാണുക. ഇടവേള കഴിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സ് വരികയാണ്. into the final. കേരള ബ്ലാസ്റ്റേഴ്സ് ഹലാമിത്തി ഹബീബോ dribbling in Luna Ivan Vukovic once again ഹലാമിത്തി ഹബീബോ. കേരള ബ്ലാസ്റ്റേഴ്സ് ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പലവട്ടം വഴിമാറിപ്പോയ മഞ്ഞ വസന്തം വീണ്ടും വരികയാണ്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച് ഒരിക്കൽ കൂടി വരികയാണ്. ഗോവനായിട്ടാണ് മത്സരം. ഇനി വരുന്നതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ബിഗ് മാച്ചുകളാണെന്ന്. അതൊരു ബിഗ് മാച്ചാണ് ഇനി വരാനിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് ബ്ലാസ്റ്റേഴ്സിനെ കുറ്റം പറയുന്നുണ്ട്. ഓഫ് കോഴ്സ് ഫാൻസിനൊക്കെ കുറ്റം പറയാനുള്ള അവകാശമുണ്ട്. ഇപ്പൊ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഫേക്ക് ഫാൻസാരാണ് ഇതിൽ കുറ്റം പറയുന്നത്, ട്രൂ ഫാൻസ് ഒരിക്കലും കുറ്റം പറയില്ല എന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഒരു ടീം, നമ്മൾ ആത്മാർത്ഥമായിട്ട് ടീമിനെ സ്നേഹിക്കുന്നെങ്കിൽ അവർ തുടർച്ചയായിട്ട് തോൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നുന്ന ഒരു റിയാക്ഷൻ തന്നെയാണ് ഈ ഒരു വിമർശനം എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ആ സമയത്ത് അങ്ങനെ തോന്നിയിട്ട് പറയണമെന്നാവില്ല. പിന്നെ വർക്കിംഗ് ക്ലബിന്റെ അടുത്ത് നമ്മൾ കേട്ടതാണ് പ്ലേ ഫോർ ദ ബാച്ച് എന്ന് പറഞ്ഞിട്ട് ആക്രോശിക്കണമൊക്കെ. അതൊക്കെ എനിക്ക് തോന്നുന്നില്ല അതൊന്നും അത്രയ്ക്ക് സത്യസന്ധമായിട്ട് ചെയ്താണെന്ന് അറിയില്ല. ആ ഒരു സമയത്ത് ഉണ്ടായ ഒരു ഇമോഷന്റെ പുറത്ത് സംഭവിച്ചതായിരിക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബ്ലാസ്റ്റേഴ്സിനെ മാക്സിമം സപ്പോർട്ട് നൽകാനാണ്. കാരണം ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ തന്നെ ഒരു വോക്ക് ഓഫ് നടത്തി, അതിനുശേഷം തിരിച്ചു വന്നു. ആ വോക്ക് ഓഫ് നടത്താൻ കാരണക്കാരായിരുന്നു അവർക്കും, ഇല്ലെങ്കിൽ ആ ലീഗിലെ തന്നെ മിക്ക ആൾക്കാരോടും കണക്ക് പറഞ്ഞ് തീർത്തിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് വന്നത്. കാരണം നമുക്ക് നല്ല റിസൾട്ട് കിട്ടി. അതുകൊണ്ട് നമ്മൾ ഒരുപാട് നമ്മൾ ഈ ബ്ലാസ്റ്റേഴ്സിനെ പൊക്കിയടിച്ചുകൊണ്ട്. അപ്പോൾ പക്ഷേ ഇത് ഫുട്ബോളാണ്, പല സമയത്ത് പലതും സംഭവിക്കാം. നമുക്കറിയാം ഈ സീസണിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിനയായിട്ട് വന്നത് പരിക്കുകളാണ്, ഇഞ്ചുറീസ് ആണ്. ഇഞ്ചുറീസ് ആയിട്ട് നല്ല പ്ലേയേഴ്സ് നഷ്ടപ്പെടുകയാണ്, ഇൻക്ലൂഡിംഗ് ലൂണ ഇല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സോളില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഇപ്പോൾ റെഡിക്കും പറഞ്ഞാൽ അത് റിയൽ ആയിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൂണയുടെ ആ ഒരു ഇഞ്ചുറി തന്നെയായിരുന്നു നമുക്ക് ആ ഒരു മാച്ചിന്റെ ഒരു പകുതിക്ക് വെച്ചിട്ട് ബ്ലാസ്റ്റേഴ്സിനുണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ. സോ ഇതെല്ലാം ദൂരീകരിച്ച് പോകാനായിട്ട് ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ വിൻ ചെയ്യാൻ സാധിച്ചു. പക്ഷെ പിന്നീട് സൂപ്പർ കപ്പിലേക്ക് പോവുകയും അവിടുന്ന് തുടർച്ചയായ തോൽവി ബ്ലാസ്റ്റേഴ്സ് ISL തുടർന്നപ്പോൾ, അതായത് മോശം ടീമുകളായിട്ടില്ലെങ്കിൽ ബേസിക്കലി നമ്മളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മോശമായ ടീമുകളായിട്ട് ഒരു ബ്ലാസ്റ്റേഴ്സ് ദയനീയമായി തോറ്റപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫാൻസാർ അവരെ കുറ്റം പറഞ്ഞു. അതിൽ യാതൊരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇനി അവരോടും കൂടിയാണ് പറയാനുള്ളത്. ഇനി നമ്മുടെ വരുന്ന മാച്ചസിനൊക്കെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക. ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരും. കാരണം നമ്മൾ ഒരുപാട് വട്ടം അല്ലെങ്കിൽ എവിടെയോ കിടന്ന് നമ്മളെ ഒരു കപ്പ് എന്ന പ്രതീക്ഷ നൽകിയ ഒരു മനുഷ്യന്റെ കൂടെയാണ് അവർ കൈപിടിച്ചാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ മനുഷ്യനെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കുക. ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ടീം അവർ തിരിച്ചു വരും നമുക്ക് ഉറപ്പുണ്ട്. കാരണം അവർ ഇതേപോലത്തെ സാഹചര്യങ്ങൾ ഒരുപാട് ഓവർകം ചെയ്ത് വന്നാണ്. ഇവാൻ വുക്കോവിച്ചിന്റെ കയ്യിൽ മരുന്നൊക്കെ തീർന്നു പലരും പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിനെല്ലാം കാത്തിരിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു നല്ല റിസൾട്ടായിട്ട് വരുമ്പോൾ വെറുതെ നമ്മൾ അവരെ പുകഴ്ത്തിയിട്ട് കാര്യമല്ലോ, പുകഴ്ത്തിയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ വെയിറ്റ് ചെയ്യുക. ബ്ലാസ്റ്റേഴ്സിന്റെ നെക്സ്റ്റ് മത്സരങ്ങൾ നല്ല രീതിക്ക് പുരോഗമിക്കട്ടെ. സോ എനിക്ക് പറയാനുള്ളത് ബ്ലാസ്റ്റേഴ്സ് വിൽ കം ബാക്ക്.